വൈദ്യുതി ലൈനിന് തകര ഷെഡിൽ നിന്ന് മതിയായ അകലമില്ലെന്ന് പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയർഡ് KSEB എഞ്ചിനീയറുമായ ജോസഫ് ജോൺ. ഷെഡിൽ നിന്ന് പുറത്തേക്ക് 1.2 മീറ്റർ അകലം വേണമെന്ന നിയമം പാലിച്ചിട്ടില്ല. KSEBക്കും മാനേജ്മെന്റിനും PTA-ക്കും വലിയ വീഴ്ച സംഭവിച്ചതായും ജോസഫ് ജോൺ പറയുന്നു. SLCക്ക് 1975 പഠിച്ചതാണ്. ഈ 75 പഠിക്കുമ്പോൾ ഈ കെട്ടിടം ഒന്നും ഉണ്ടായിരുന്നു. അതേപോലെ എനിക്ക് ഒരു മാറ്റവും ഇല്ലാതെ ബോർഡും എല്ലാം ഉണ്ടായിരുന്നു. ആണ് വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ ലൈൻ ഇട്ടിട്ടുണ്ട്. ആ ലൈൻ ഇട്ടുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഹൊറിസോണ്ടൽ ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ആ ഓഡിറ്റ് കെട്ടിടത്തിൽ 1.2 മീറ്റർ ഹൊറിസോണ്ടൽ ക്ലിയറൻസും 2.5 മീറ്റർ വെർട്ടിക്കൽ ക്ലിയറൻസും വേണമെന്ന് റൂളുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ. അത് കൊടുത്ത് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നെ ഈ ഷെഡ് വന്നപ്പോൾ ഷെഡിന് ഇപ്പൊ ഞാൻ അറിയാൻ സാധിച്ച 1.7 മീറ്റർ ഉള്ളതാണ്. 2.5 മീറ്റർ വെർട്ടിക്കൽ ഹൈറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകത്തില്ല. നമുക്ക് അത്ര ഹൈറ്റ് ഇല്ലല്ലോ. സൈക്കിൾ ഷെഡിന് നിലവിൽ മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ നിന്നും അനുമതി കിട്ടിയിട്ടില്ല. അത് കിട്ടി കാണത്തില്ല. കാരണം സാധ്യത കാരണം ഇലക്ട്രിസിറ്റി ബോർഡ് സാങ്ഷൻ വേണം. അതും കിട്ടി കാണത്തില്ല. അപ്പം മാനേജ്മെന്റിനകത്ത് ഒരു ഭാഗത്തുണ്ട്, KSEB ഒരു ഭാഗത്ത് വേണം അന്വേഷിക്കാമായിരുന്നു, പഞ്ചായത്ത് PTA കമ്മിറ്റിക്ക് വേണമെന്ന് നോക്കാമായിരുന്നു. മാത്രമല്ല ഈ ഷെഡിന്റെ സൈഡിലോട്ട് 1.2 മീറ്റർ ഹൊറിസോണ്ടൽ ക്ലിയറൻസും വേണം. അതുമില്ല, രണ്ടുമില്ല. നമുക്ക് ഒപ്പം അരുൺ സോളമൻ തുടരുകയാണ്. അരുൺ സോളമൻ ഒന്നും പാലിച്ചിട്ടില്ല, പക്ഷേ അവിടെ ആ ഷെഡ് ഉയർന്നു, കുറെ വർഷമായി അതവിടെ കിടക്കുന്നു. ഇന്ന് ആ കുഞ്ഞിന്റെ മരണം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഇതേപടി തന്നെ തുടരുമായിരുന്നില്ലേ? സുജയ, ഒരു സംശയം വേണ്ട. കാരണം ഇത് കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഈ വെയിറ്റിംഗ് ഷെഡ് ഇങ്ങനെ തന്നെ തുടരുകയാണ്. ഇവിടെയാണ് ഈ വൈദ്യുതി ലൈനുകൾ ഇങ്ങനെ ഈ തൂങ്ങിയാടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയത്. സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് വലിയ ഒരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. നമുക്ക് മുന്നിൽ ഇപ്പോൾ സംസാരിച്ചത് ഇവിടെ 75 കാലങ്ങളിൽ ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയും KSEB-യിൽ നിന്നും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹം വ്യക്തമായിട്ട് ആ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറൊക്കെ വന്ന് ഇവിടെ സ്ഥലം പരിശോധിക്കുമ്പോൾ വളരെ ഞെട്ടലോടുകൂടിയാണ് അവർ ഇവിടെ നിന്നും റിപ്പോർട്ടുമായിട്ട് മടങ്ങിപ്പോയത്. കാരണം ഇതിൽ യാതൊരുവിധ വിധത്തിലും സ്കൂൾ മാനേജ്മെന്റിനെയോ KSEB-യോ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഇപ്പോൾ നമുക്കിവിടെ വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിഷേധവുമായി പല ആൾക്കാരും മുന്നോട്ട് വന്നിരുന്ന നാട്ടുകാർ നമുക്കൊപ്പമുണ്ട്. ചേട്ടാ, ഇത് കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള പ്രശ്നമല്ലേ? 1987 ഈ ലൈന് 2 ലൈൻ ആയിരുന്നു. അതിനുശേഷമാണ് ഇത് 4 ലൈൻ ആയത്. 1917 സ്ഥാപിതമായ ഒരു സ്കൂളാണിത്. അപ്പൊ 100 വർഷത്തിനധികമായി ഈ സ്കൂൾ സ്ഥാപിതമായതിനു ശേഷം അപ്പോൾ എന്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് ഈ സ്കൂളിന് കൊടുക്കുന്നത്? അത് നമ്മൾ വളരെ വേദനാജനകമെന്ന് പറയേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ പോഷക സംഘടനകളും വന്നിട്ട് പറയും ഇത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. എന്ത് വേദനാജനകമാണ് ഈ നടന്നത്? നമ്മളല്ലേ ഇതിന് ഉത്തരവാദികൾ? നമ്മുടെ ഭരണാധികാരികളല്ലേ ഉത്തരവാദികൾ? അത് ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയോ അതിന് മുമ്പ് ഭരിച്ച പാർട്ടിയോ, ഇത് 100 വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ഇവിടെ നടന്ന ഈ ഒരു ഇൻസിഡന്റിന് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് ഉത്തരവാദികളാണ്. ഇപ്പോൾ നമ്മുടെ ഉത്തരവാദികളാണ്. ഇതിൽ നമ്മുടെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. താങ്ക് യു അരുൺ സോളമൻ.